ഓരോ സാരിക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അതിലേറെ കഥകൾ പറയാനുണ്ട് ഓരോ നെയ്ത്തുകാർക്കും. ഞാനിപ്പോൾ അടുത്ത് കാഞ്ചീപുരം ഒന്ന് സന്ദർശിക്കേണ്ടായി. കാഞ്ചീപുരം എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരുന്നത് സാരിയാണ്. കാഞ്ചീപുരത്ത് പോയതിനു ശേഷമാണ് സാരിയുടെ പിന്നിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അതിലെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ ഇന്ന്? BM സിൽക്സ് എന്ന കാഞ്ചീപുരത്തെ ഒരു ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചർ ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഒരുപാട് വലിയ വലിയ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ ചുറ്റുപരിസരത്ത്. പക്ഷേ എൻ്റെ ആവശ്യം സമാധാനപരമായൊരു ഷോപ്പിംഗ് ആണ്. അതുമാത്രമല്ല, സാരിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുകയും വേണം. ആ ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഷോപ്പ് തിരഞ്ഞെടുത്തത്. സാരികൾ ഓരോന്നോരോന്നായി എൻ്റെ മുമ്പിൽ വന്നു. അതിനെപ്പറ്റിയെല്ലാം വളരെ കൃത്യമായ വിവരങ്ങളും കിട്ടി. അതിൻ്റെ പ്രൈസ്, ഡിസൈൻ, മെറ്റീരിയൽ, പാറ്റേൺ, അങ്ങനെ. ഒരു സാരി നെയ്ത് വരുന്നത് ദിവസങ്ങളും മാസങ്ങളും താണ്ടിയാണ്. ഒരു ഹാൻഡ്ലൂം സാരി നെയ്തെടുക്കാൻ 15 ദിവസം വേണം അത്രേ. ഇനി അത് ഡിസൈനും പാറ്റേണും ഒക്കെ അനുസരിച്ച് ഈ 15 ദിവസം എന്നുള്ളത് 30 ദിവസം വരെ ആവാം, അതുമല്ല 3 മാസം വരെ ആയെന്നിരിക്കും. ഈ 15 ദിവസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ് ഏറ്റവും വലിയ കടമ്പയുള്ളത്. ആദ്യത്തെ 10 ദിവസത്തിലാണ് തറയിലെ ഡിസൈൻ അനുസരിച്ച് നൂലിഴകൾ ശരിയാക്കുന്നത്. അതിനുശേഷമാണ് നെയ്ത്ത് തുടങ്ങുന്നത്. ഇതെല്ലാം റെഡിയാക്കി നെയ്ത്ത് തുടങ്ങിയാലോ നൂലിഴകൾ പൊട്ടിപ്പോവാതെയും നോക്കണം. ഇനി എങ്ങാനും പൊട്ടിപ്പോയാലോ അത് വീണ്ടും ശരിയാക്കുകയും വേണം. 2 പേര് ചേർന്നാണ് ഒരു സാരി നെയ്യുന്നത്. സാരി നെയ്യാനുള്ള ഈ പരിശ്രമത്തിൽ ഇതൊക്കെ ശരിയാക്കി വരുമ്പോൾ കാലാവസ്ഥ ചതിച്ചാലോ പാതി വഴിയിൽ നെയ്ത്ത് നിർത്തേണ്ടി വരും. അതിനുശേഷം എപ്പോഴാണോ തെളിഞ്ഞ കാലാവസ്ഥ വരുന്നത് അതുവരെ കാത്തിരിക്കണം. മഴ കാരണം സാരി നെയ്ത്ത് നിന്നുപോയാൽ നെയ്തുകൊണ്ടിരിക്കുന്ന സാരി തറയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. സാരി നെയ്യാനുള്ള ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ വെയിലുള്ള സമയമാണ്. മഴയുള്ള സമയത്ത് സാരി നെയ്താൽ നൂല് പൊട്ടിപ്പോവും എന്നാണ് ഇവിടെ നിന്ന് കിട്ടിയ വിവരം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ താണ്ടിയാണ് ഹാൻഡ്ലൂം സാരി നമ്മുടെ കയ്യിലെത്തുന്നത്. സാരി നെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേതൊക്കെ മെറ്റീരിയൽ എത്രയൊക്കെ അളവിൽ ഉണ്ടെന്നനുസരിച്ചാണ് സാരിയുടെ റേറ്റും തീരുമാനിക്കുന്നത്. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹാൻഡ്ലൂമിലാണ് കേട്ടോ. പവർലൂമിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. മെഷീനിൽ ഹീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നൂലിഴകൾ പൊട്ടിപ്പോവാതെ മെഷീൻ നോക്കിക്കോളും. ഹാൻഡ്ലൂമിൽ നമ്മൾ 15 ദിവസം കൊണ്ടാണ് ഒരു സാരി നെയ്യുന്നതെങ്കിൽ പവർലൂമിൽ നമുക്ക് ഒരു ദിവസം 15 സാരി നെയ്തെടുക്കാം. നെയ്ത്ത് കലാകാരന്മാരുടെ കഷ്ടപ്പാടിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി തന്ന ഒരു ദിവസം കൂടിയാണിത്. അവരുടെ കയ്യിൽ കുറച്ച് യൂണീക്കായിട്ടുള്ള സാരീസ് ഉണ്ട്, അതെനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആദ്യത്തെ സാരി രാമായണമാണ്. 3 മാസം കൊണ്ടാണ് ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ വില വരുന്നത് 46,000 രൂപയാണ്. പല്ലൂല് പത്മനാഭസ്വാമി ക്ഷേത്രവും ബോർഡറിൽ രാമായണമാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത സാരി ബോർഡറിൽ കൃഷ്ണനും രാധയും വരുന്നതാണ്. ഇതിൻ്റെ വില വരുന്നത് 23,000 രൂപയാണ്. അടുത്ത സാരി പല്ലൂല് ഇതുപോലെ രാധയും കൃഷ്ണനും വരുന്നതാണ്. രവിവർമ്മയുടെ പെയിൻറ്റിങ് പല്ലുല് ചെയ്തിരിക്കുന്ന ഒരു സാരി അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് കാണിച്ചു തന്നു. ഈ പല്ലു മാത്രം ചെയ്യാനായിട്ട് 2 മാസം എടുത്തു എന്നാണ് പറയുന്നത്. ഈ സാരിയുടെ വില വരുന്നത് 36,000 രൂപയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കഥകളും എല്ലാം അറിയാനായിട്ട് പറ്റി. ഒരു കൂട്ടം നെയ്ത്തുകാരുടെ മണിക്കൂറോളം നീണ്ട കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഒരു സാരി നമ്മുടെ മുന്നിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സാരി എന്നൊരു വസ്ത്രത്തിൻ്റെ ഭംഗി എപ്പോഴും വേറെ തന്നെയാണ്. അപ്പം നമ്മുടെ സാരി കഥകൾ ഇവിടം കൊണ്ട് തീരുന്നില്ല കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.